സർ നമസ്കാരം. ഒടുവിൽ നമസ്കാരം. ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഇപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം ബംഗ്ലാദേശിന്റെ സകല ഭാഗത്തു നിന്നും നമ്മൾ ബംഗ്ലാദേശിനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലേക്ക് നമ്മൾ ജൂട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. ബംഗ്ലാദേശിന് ഇപ്പൊ മരുന്ന് കിട്ടാനില്ല. ബംഗ്ലാദേശ് മുഴുവൻ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബംഗ്ലാദേശ് റഷ്യക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണമെന്ന് റഷ്യയെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു. എല്ലാത്തിനും അവസാനം ബംഗ്ലാദേശ് നേരെ യു എസിന്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ യു എസ് ബംഗ്ലാദേശിന് കാര്യമായിട്ടൊന്നും കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായ കാര്യമാണ്. അപ്പൊ നരസിംഹം സിനിമയില് തിലകന്റെ അടുത്ത് തിലകന്റെ കാര്യസ്ഥൻ എന്ന് കൈനീട്ടുമ്പോ മകളുടെ കല്യാണമാണെന്ന് പറയുമ്പോൾ ഒരു 25,000 രൂപ തരാം എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാല് ബംഗ്ലാദേശിനോട് യു എസ് കാണിച്ചത്. അതിനുശേഷം ബംഗ്ലാദേശിലെ യൂനിസ് പറഞ്ഞിരുന്നത് എനിക്ക് നരേന്ദ്രമോദി ഒന്ന് കാണണം എന്നാണ്. ഇപ്പൊ ക്വാഡ് സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ. മോദി ന്യൂയോർക്കിലുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ന്യൂയോർക്കിൽ ഞാൻ വന്ന് കണ്ടോളാം, എവിടെയാണോ മോദി ഉള്ളത് അവിടെ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി പറഞ്ഞു വേണ്ട, ആട്ടിവിട്ടു. ആട്ടിവിട്ടു എന്നാണ് എക്സാക്ട്ലി പറയണം നമ്മൾ. അതായത് ബംഗ്ലാദേശ് ഇപ്പോഴുള്ള ഉപദേഷ്ടാവിനെ നരേന്ദ്രമോദി ആട്ടിവിട്ടു. ഇപ്പോ ബംഗ്ലാദേശ് അതിനു മുമ്പേ ബംഗ്ലാദേശ് പറഞ്ഞിരുന്നത് ഇപ്പൊ ബംഗ്ലാദേശിന് ഒന്നുമില്ല ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ബാൻ ചെയ്യാൻ. അപ്പൊ ബംഗ്ലാദേശ് പറയുകയാണ് ഞങ്ങൾ ഹിൽസ ഫിഷ് തരില്ല, ഞങ്ങൾ ഹിൽസ ഫിഷ് ബംഗ്ലാദേശിൽ തരില്ല, ഇന്ത്യയിലേക്ക് തരില്ല എന്നൊരു സെറ്റപ്പ് ബംഗ്ലാദേശ് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഹിൽസ ഫിഷ് നിങ്ങൾ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു കച്ചവടം കൂടെ പോവും, അല്ലാതെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത്. പോരാത്തതിന് ഇന്ത്യയിലെ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ. ഈ ഹിൽസ ഫിഷ് എന്ന് പറയുന്ന സാധനം മീനല്ലേ, അത് നമ്മൾ കടലിൽ നിന്ന് പിടിച്ചോളാം, പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കച്ചവടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കടലില്ലാത്ത രാജ്യമൊന്നും അല്ലല്ലോ. അത് നമ്മൾ കടലിൽ നിന്ന് ഇഷ്ടം പോലെ മത്സ്യ ബന്ധന തൊഴിലാളികളുണ്ട്, അവരെ വെച്ച് ഇഷ്ടം പോലെ കടലിൽ നിന്ന് പിടിച്ചോളാം. ബംഗാളില് ഈ ഹിൽസ ഫിഷ് എന്ന് പറയുന്ന സാധനം സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആസാമില് അവിടെയുള്ള ഈ ബംഗ്ലാദേശികൾ അവിടെയുള്ള മറ്റ് കച്ചവടക്കാരോട് ഹിൽസ ഫിഷ് ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല എന്ന രീതിയിൽ വലിയ രീതിയിലൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നേരെ അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഒക്കെ നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ അറിയാനായിട്ട് സാധിക്കുന്നത് ബംഗ്ലാദേശ് പത്തി മടക്കിയിട്ട് പറയുകയാണ് 3000 ടൺ ഹിൽസ ഫിഷ് നമ്മൾ ഇങ്ങോട്ടേക്ക് അയക്കാം, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്, ഞങ്ങളെ പൊറുതിമുട്ടിക്കരുത് എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാർ പറയാനുള്ളത്? അവർക്ക് വേറെ വഴിയില്ല ധനുഷ, ഇത് തരാണ്ട് പറ്റില്ല അവർക്ക്. ബിക്കോസ് ഉം, ബംഗ്ലാദേശിൻ്റെ അടുത്ത് ഞാൻ റോയിറ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു, റോയിറ്റേഴ്സ് ഉം, ന്യൂസ് ഏജൻസിയിൽ. അവർ ഉം, പറഞ്ഞ ബംഗ്ലാദേശ് അർജൻറ്റായിട്ട് ഒരു $5 ബില്യൺ വേണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തെണ്ടി നടക്കേണ്ടെന്ന് കേട്ടെ. അവർ ഉം, കാശില്ല ഉം, അവരുടെ അടുത്ത്. അവർക്ക് വേണ്ടത് ഉം, ലാസ്റ്റ് ഇയർ അവർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അടുത്ത് കഴിഞ്ഞ കൊല്ലം $4.7 ബില്യൺ എടുത്തായിരുന്നു. ഞാൻ ചിലപ്പോൾ ഉം, അതിൻ്റെ വല്ല ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കാൻ, പലിശ തിരിച്ചു കൊടുക്കാനുള്ളത് കേരള മൾട്ടിപ്ലൈഡ് ബൈ 100 ബംഗ്ലാദേശ്, വേറെ ഒന്നല്ലാതെ. ഉം, അവിടെ എവിടെ ഉം. കടം എടുക്കുന്നുണ്ട് അവിടെ അതിനെക്കാട്ടും വലിയ കടം എടുക്കുന്നുണ്ട്. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ടതെന്നാണ് ഈ കടം എടുത്തെടുത്ത് ബംഗ്ലാദേശ് എവിടെ എത്തിയെന്നാണ്. ഇപ്പോൾ നമ്മുടെ 3 പവർ കമ്പനികൾ, PTC ഉം, ഇന്ത്യ, സെയിൽ എനർജിയും അദാനിയും. ഇതിൽ ഉം, അദാനി മാത്രം കുറച്ച്, അദാനിക്കാണ് $800 മില്യൺ കൊടുക്കാനുള്ളത്, 800 കോടി കൊടുക്കാനുള്ളത്. ഉം, 800 കോടി കൊടുക്കുമ്പോൾ ഇവർക്ക് കാശ് വേണം. കാശ് എവിടെ നിന്ന് കിട്ടും? അതാണ് അതിൻ്റെ പ്രോബ്ലം. കാശില്ല അവരുടെ കയ്യിൽ. ഉം, അപ്പോൾ ഇവർ ഈ പറഞ്ഞ മാതിരി ഈ 5 ബില്യൺ ചോദിക്കുന്നതിൽ 1 ബില്യൺ ഇന്ത്യൻ പവർ കമ്പനികൾ 3 കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അതിൽ PTC ഉം, ഇന്ത്യ, പിന്നെ സെയിൽ എനർജി ഇന്ത്യ, പിന്നെ ഈ പറഞ്ഞ മാതിരി അദാനിയുടെ ഉം, കമ്പനി ഇതുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ 2 കമ്പനിക്ക് ഈ പറഞ്ഞ ഒരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്ക് ഒരു $800 മില്യൺ ഒരു ഈ പറഞ്ഞ $190 മില്യൺ അവർക്ക് ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. അവർ ആ ബാങ്ക് ഉം, ഗ്യാരണ്ടി ഇപ്പോൾ എൻകാഷ് ചെയ്യാൻ പോവാണ്. അതങ്ങാൻ ഉം, ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ബാങ്ക് അടച്ചുപൂട്ടേണ്ടി വരും ധനുഷെ. ഉം, ഉം, 3000 ഉം, ടൺ എന്താ പറയുക, നമ്മുടെ ഹിൽസ തന്നിട്ടൊന്നും കാര്യമില്ല. ഇവരുടെ കാശ് മുഴുവൻ തീരും, കംപ്ലീറ്റ് ആയിട്ട് തീരുവാണ്. അപ്പോൾ ഉം, ഈ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ പവർ കമ്പനികൾ പറഞ്ഞേക്കണം. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് ഞാൻ ചില റിപ്പോർട്ട്സ് ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ അതിൽ ഉം, പറഞ്ഞു വരുന്നത് എന്താണ്, ഇതിലൊരു സ്പെസിഫിക് ആയിട്ട് അദാനിക്ക് കാശ് കൊടുത്തു തുടങ്ങി ഇവർ. അതായത് ഉം, ഈ 1 ബില്യണിൽ 800 മില്യൺ അദാനിക്ക് തന്നെ കൊടുക്കണം, 1 ബില്യൺ. അപ്പോൾ ഉം, ഓൾമോസ്റ്റ് ഉം, 80% അദാനിക്കുള്ള. അദാനി എങ്ങനെ നാളെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഉം, മുടിയും, 20% പവർ ഉം, കുറയുക വരെ.
അപ്പോൾ ഓൾറെഡി സെയിൽ എന്ന് പറഞ്ഞ കമ്പനിയും പിന്നെ PTC കമ്പനിയും അവർക്ക് കൊടുക്കേണ്ടത് 200 മില്യൺ, രണ്ടുപേരും കൂടി 200 മില്യൺ. അത് കുഴപ്പമില്ല, അത്ര വലിയ ഇഷ്യൂ അല്ല, അത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ മാതിരി എവിടുന്ന് ബംഗ്ലാദേശ് കൊണ്ടുവരും. അതുമല്ല ബംഗ്ലാദേശിന്റെ ബാങ്ക്, സെൻട്രൽ ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടി. അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഇൻഫ്ലേഷൻ അവിടെ അടിച്ചു പൊളിച്ച് കയറി പോകണ്ട അവർ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ് വരുമ്പോൾ എപ്പോഴും ഡോളറിന് മേലെ പ്രഷർ വരുമ്പോൾ ഇൻഫ്ലേഷനും കൂടും അതേ സമയത്ത്. ബിക്കോസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കുള്ള റേറ്റ് കൂടും. ഇപ്പോൾ നമ്മൾ പെട്രോളിയം വാങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത്, ഇന്ത്യയുടെ അടുത്ത് $690 ബില്യൺ കിടക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. 690, ഓൾമോസ്റ്റ് $700 ബില്യൺ നമ്മുടെ അടുത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഉള്ളത്. ബംഗ്ലാദേശ് 5 ബില്യന് വേണ്ടും, പാകിസ്ഥാൻ ഒരു 5 ബില്യന് വേണ്ടി. പാകിസ്ഥാൻ ഒരു 2 മാസമായി IMFന്റെ അടുത്ത് പോയെങ്കിൽ തരുവോ എന്നിട്ട് നമ്മൾ പിച്ചച്ചട്ടി കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ IMF കൊടുത്തിട്ടില്ല. ഒരു ബോർഡ് മീറ്റിങ്ങിന് അവർ പറഞ്ഞേക്കണേ എന്തൊക്കെയോ ഇപ്പം കറണ്ടിന്റെ ചാർജ് കൂട്ടണം, ഇൻകം ടാക്സിന്റെ ഇത് കൂട്ടണം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പം ബംഗ്ലാദേശിന്റെ ബേസിക് പ്രോബ്ലം എന്താണ്, നമ്മുടെ അവിടുത്തെ പണ്ട് മാധ്യമങ്ങളൊക്കെ, കേരളത്തെ മാധ്യമങ്ങളും ധ്രുവ് രാത്തിയൊക്കെ പറഞ്ഞത് ബംഗ്ലാദേശ് ഇന്ത്യയെക്കാട്ടിലും GDP വൈസ് ബംഗ്ലാദേശിന്റെ പെർ ക്യാപിറ്റ GDP കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു എന്ത് GDP കൂടുതൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ക്ലിയർ ആയിട്ട്. മൂന്നാമത്തെ കാര്യം, പറയാതിരിക്കാൻ വയ്യ, ഈ ധ്രുവറാട്ടി എന്ന് പറയുന്നവന്റെ നാവ് പൊന്നാവട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ ഏതൊക്കെ രാജ്യങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഇന്ത്യയെ എടുത്തുന്നു, ആ രാജ്യങ്ങളെല്ലാം കുത്തുപോലെ എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാ ഉണ്ടാക്കിയത്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിന്റെ ബേസിക് പ്രോബ്ലം, അവരുടെ മെയിൻ എക്സ്പോർട്ട് ഹോസിയറിയാണ്, തുണികളല്ല. നമ്മുടെ അണ്ടർവെയറും ബനിയനും കുട്ടികളിടുന്ന ഹോസിയറിയാണ് അവരുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട്. അത് ഈ കഴിഞ്ഞപ്പോൾ, കൂവിന് മുമ്പ് തന്നെ അവർ അവിടെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറഞ്ഞ കാരണം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇനി അങ്ങോട്ട് മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പറ്റില്ല. അത് ഹോസിയറി ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് മാറി. ബിക്കോസ് ഈ വലിയ കമ്പനികൾ, മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ് ആയാലും ടാർഗറ്റ് ആയാലും ബാക്കി US JC Penney പോലുള്ള കമ്പനികളായാലും അവരെന്ത് ചെയ്യുന്നതാണ്, അവരൊരു ഇയർലി കോൺട്രാക്റ്റാണ്. ഇപ്പോൾ അവർക്ക് ക്രിസ്മസ് വരാൻ പോവാണ്. ക്രിസ്മസിനുള്ള ഡ്രസ്സുകൾ അവർക്ക്, ഹോസിയറിയൊക്കെ അവർക്ക് മിനിമം നവംബർ ആകുമ്പോഴേക്ക് US-ലെത്തണം. നമ്മളിപ്പോൾ ഓൾറെഡി സെപ്റ്റംബറിൽ എത്തിക്കഴിഞ്ഞു. ബംഗ്ലാദേശ് 3 മാസമായിട്ട് ഈ ഇൻഡസ്ട്രി പൊളിഞ്ഞു കിടക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ഓർഡർ എല്ലാം ഇന്ത്യയിലേക്ക് മാറ്റി, ലുധിയാനയും തിരുപ്പൂരിലേക്ക് മാറ്റി. ഇപ്പം ഇന്ത്യയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ റീപ്ലേസ് ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ മെയിൻ എക്സ്പോർട്ട് ഇതായിരുന്നു, ഹോസിയറിയായിരുന്നു. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് വേറെ എക്സ്പോർട്ടൊന്നും ഇല്ല. നമ്മുടെ ഇന്ത്യയുടെ മാതിരി IT എക്സ്പോർട്ട്സോ അല്ലെങ്കിൽ വേറെ എക്സ്പോർട്സ് ഒന്നും അവരുടെ കയ്യിലില്ല. ഞാൻ വായിക്കുന്നത് ധനുഷ്, ഇന്ത്യയുടെ 3-ാമത്തെയോ 4-ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്താ ധനുഷിനറിയോ? അത് നമ്മൾ ഗസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളിയം പ്രോഡക്ട്സ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഇന്ത്യയിൽ റിഫൈൻ ചെയ്ത് US-നും യൂറോപ്പിനും വിൽക്കുന്നു. അത് മിക്കത് റഷ്യയുടെ കയ്യിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്നു. $40 വാങ്ങിച്ചിട്ട് നമ്മൾ റീഫൈൻ ചെയ്ത് $70-80 വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കുക. അല്ല, അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. സാറിനൊരു ഇതാണ്, ഇനി വരുന്ന വർഷങ്ങളുണ്ടല്ലോ, നമ്മൾ കൂടുതൽ നമ്മുടെ രാജ്യത്തെ ഒരു ഇലക്ട്രിക് വിപ്ലവം പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞ ശേഷം, അതായത് ഇപ്പൊ ചൈന പെട്രോൾ ഉപയോഗിക്കുന്നത് തീരെ കുറച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയും അത് ഒരു ഇലക്ട്രിഫിക്കേഷനിലേക്ക് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 350 കോടിയോളം വരുന്ന ഒരു ജനസംഖ്യയാണ് 700 കോടിയിൽ നിന്ന് ഈ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന GCC രാജ്യങ്ങൾക്ക് ഇല്ലാതാകാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സൗദി അറേബ്യ അടക്കം നിയോം സിറ്റിയുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. കാരണം ഇനി പെട്രോളിയം നമ്പി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, പെട്രോളിന്റെ മാർക്കറ്റ് അവസാനിക്കാൻ പോവുകയാണ്. പോരാത്തതിന് നമ്മുടെ കശ്മീരിൽ ഈ ലിഥിയം വലിയ രീതിയിലുള്ള ഖനികളൊക്കെ കണ്ടെടുത്തിട്ടുണ്ടല്ലോ, ലിഥിയം കുഴിച്ചെടുക്കാൻ പറ്റുന്ന. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് വാഹന വിപണിയും ഇലക്ട്രിക് റോഡുകൾ അടക്കം വരുന്നുണ്ടെന്നാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോ ഇവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ അവര് നമുക്ക് തന്നിട്ട്, നമുക്കാണ് ഇവിടെ ഏറ്റവും വലിയ റിഫൈനറീസ് ഉള്ളത് പെട്രോളിന്റെ. നമ്മൾ ഇവിടെ നിന്ന് റിഫൈൻ ചെയ്ത് അതിന് അവര് നമുക്ക് ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇത് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ രാജ്യം ഉയർന്നു വരാൻ പോവുകയാണ്. അപ്പോ ഇപ്പോ 3-ാമത്തെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ കയറ്റുമതിയുള്ള രാജ്യം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ 1-ാമതായാലും അത്ഭുതപ്പെടാൻ. നമ്മൾ ഈ കാണുന്ന ഇതിൽ ധനുഷ്, ഞാൻ വേറൊരു മിനിറ്റിന്റെ റിപ്പോർട്ട് വായിക്കായിരുന്നു അന്ന് കാലത്ത്. ബംഗ്ലാദേശിന്റെ എക്കോണമി ഒരു ഫ്രീ ഫോളിലാണ്. എന്നാൽ മുകളിന്ന് നമ്മളിപ്പോ ഒരു പ്ലെയിനിൽ നിന്ന് പാരഷൂട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാരഷൂട്ട് തുറന്നില്ലെങ്കിൽ, പാരഷൂട്ടാണ് ലോൺ, പാരഷൂട്ട് തുറന്നില്ല വെച്ചോ പിന്നെ നേരെ കുത്തി വീഴും നിലത്തേക്ക്. അതാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പരിപാടി. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ബംഗ്ലാദേശ് ഫേസ് ചെയ്യണപ്പോൾ. അവർ ശരിക്കുള്ള റിയൽ GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ റിയൽ GDP, അതിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഈ അടിപിടി കാരണം, അൺഎംപ്ലോയ്മെന്റും കാരണം, ഇൻഫ്ലേഷൻ കാരണം അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് ഞാനൊരു സയ്യദ് ഹമാദി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെലോ ഓഫ് ബസിൽ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ്, അദ്ദേഹം
പോയിപ്പോ അൽ ജസീറയിൽ പറഞ്ഞു ഈ കാര്യം. ഇത് എക്സ്ട്രീംലി ഉം, ചാലഞ്ചിങ് ആണ് ബംഗ്ലാദേശിന്റെ അടുത്ത്. ബംഗ്ലാദേശിന്റെ ഈ പറഞ്ഞ മാതിരി റിക്കവർ ചെയ്യോ ഇല്ല എന്നുള്ളത് വളരെ കുറച്ച്. ഇപ്പൊ ബംഗ്ലാദേശിന് അർജന്റായിട്ട് ഇപ്പൊ നമ്മൾ 5 ബില്യൺ എന്നാ പറഞ്ഞത്, പക്ഷെ ഉം, ബംഗ്ലാദേശിന്റെ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അവർ പറയുന്നത് ഒരു 10 ബില്യൺ ഇല്ലാണ്ട് ലോസസ് ആണ്, 10 ബില്യന്റെ ലോസ് ആണ്. അതല്ലാണ്ട് FMCG ഇൻഡസ്ട്രി, അവിടുത്തെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, നമ്മളറിയാം, നമ്മുടെ ഫ്രിഡ്ജ് ആയാലും ടി വി ഉം, ആയാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയാലും അതിന് ഒരു $100 മില്യൺ നഷ്ടമാണ് വന്നിരിക്കുന്നത്. സെയിൽസ് ഇല്ല അവർക്ക്. ഉം, അവർക്ക് ദുർഗാപൂജ ഉം, സമയമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ബംഗ്ലാദേശ്, നമ്മുടെ വെസ്റ്റ് ഉം, ബംഗാളുമായിട്ട്. ഉം. അതല്ലാണ്ട് വേറെ കുറെ പരിപാടികൾ ഇവരെ പൊളിഞ്ഞു കിടക്കുക. ഇവരെ ലോക്കൽ മാർക്കറ്റ്, ഹോസ്പിറ്റൽ, ട്രാൻസ്പോർട്ട്, ഓഫീസുകൾ, അതെ, മരുന്ന് ഫുഡ് ഡെലിവറി കൊടുക്കുന്നില്ലല്ലോ സിസ്റ്റം, ഇപ്പൊ. ഇ കോമേഴ്സ്, എല്ലാം ഒന്നിനും പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയി. ബിക്കോസ് നമ്മളൊരു ഉം, ഒരു രാജ്യം എന്താണ്, പക്ഷേ ഇങ്ങനെ ഒരു വയലൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെനസ്വേലയുടെ കേസിൽ കണ്ടതാണ്. എവിടെ നിന്ന് ഉം, പിണറായി വിജയൻ വലിയ കാര്യമൊക്കെ പറയും ക്യൂബയും വെനസ്വേലയെ പറ്റിയിട്ട്, പക്ഷെ അവിടുത്തെ കണ്ടീഷൻ നമുക്കറിയാം. ഈ ഗാർമെന്റ് സെക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞ ഒരു ബംഗ്ലാദേശിന്റെ ഏറ്റവും വലുത്. പക്ഷെ എന്ത് പറ്റി? ഉം, അതാണ് 80% ബംഗ്ലാദേശിന്റെ എക്സ്പോർട്സ്. ആലോചിച്ച് നോക്കും, 85% ബംഗ്ലാദേശിന്റെ എക്സ്പോർട്സ് ഗാർമെന്റ് എന്നാണ് വരുന്നത്, ഗാർമെന്റ് ഇൻഡസ്ട്രി, അത് ഉം, ഉം, ഹൊസിയറി ഉം, സ്പെഷ്യൽ. ഉം, ഉം, അതെങ്ങാൻ പൊളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉം, ഉം. ബംഗ്ലാദേശിന് എന്താണ് എക്സ്പോർട്ട് ചെയ്യുക? 15% വേണമെങ്കിൽ മീൻ വിറ്റ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ അതെ. പറ്റില്ല. ഇൻഫാക്ട് ബംഗ്ലാദേശിൽ ഹിൽസ് ഇല്ല. അപ്പോൾ ബംഗ്ലാദേശ് മയൻമാറിന്റെ കയ്യിൽ നിന്ന് ഫ്രോസൺ ഹിൽസ് ആണ് വാങ്ങുന്നത്. അവരുടെ ഓ. അവരവിടെ ഇല്ലാത്ത കാരണം അവർക്ക് ഡീസൽ ഇല്ല. ഈ കപ്പല് ഉം. ഈ മീൻ പിടിക്കാൻ പോണ ബോട്ട് നമുക്ക് അവിടുന്ന് ചൂണ്ടലിട്ട് മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. ഹിൽസ് പിടിക്കണമെങ്കിൽ അതെ, അതെ, പോകണ്ടേ, പുറത്ത് പോയിട്ട് പിടിച്ചിട്ട് വന്നെ. ഡീപ് ട്രോളിങ് ചെയ്യണ്ടേ? ഡീപ് അതെ, ട്രോളിങ് ചെയ്യണമെങ്കിൽ അതെ. ഡോളേഴ്സിന് ഡീസൽ വേണം. ഡീസൽ അടിക്കാൻ എവിടുന്ന് ഉം, അടിക്കും? ഡീസലിന് കാശില്ല അവരുടെ കയ്യിൽ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ആ പാകിസ്ഥാന്റെ അതേ കേസിലേക്ക് ബംഗ്ലാദേശ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ മാതിരി ഉം, US കൊടുക്കും. US വളരെ സ്മാർട്ടായി. US അതിനെക്കാണ്ടും വലിയ പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. അപ്പൊ പക്ഷെ ഈ ഉം, പറഞ്ഞ മാതിരി US കൊടുത്തു കഴിഞ്ഞാലും അത് തിരിച്ചു കിട്ടില്ല എന്ന് അവർക്ക് അറിയാം. പിന്നെ ചൈനയുടെ പിന്നെ പറയണോ നമ്മൾ? ചൈനയുടെ കാര്യം, ചൈന കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഒരു വിമാനത്താവളോ അല്ലെങ്കിൽ ഒരു പോർട്ട് പിടിച്ചെടുക്കും. അവരതാണ് അവരുടെ ഉം, ബാങ്ക് ഗ്യാരണ്ടി, അതാണ് അവരുടെ. അപ്പൊ ഈ ഉം, പറഞ്ഞ മാതിരി ഇവരെ പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ ധ്രുവ്രാത്തിയും പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി $2,600 ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. ഉം, ആൻഡ് ഇതായിരുന്നു ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് ബംഗ്ലാദേശിന്റെ അത് എത്ര കുറഞ്ഞു വരും? ഇൻഫ്ലേഷൻ നോക്കുക ഉം. ബംഗ്ലാദേശിന്. ഇൻഫ്ലേഷനിൽ ബംഗ്ലാദേശ് പൊളിഞ്ഞു കിടക്കുകയാണ്. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അവരുടെ റിയൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡാറ്റ നോക്കുമായിരുന്നു, ഈ അവരുടെ അടുത്ത് ഇപ്പോൾ ഉള്ള ഫോറിൻ എക്സ്ചേഞ്ച് ജൂണിലത്തെ കാര്യമുണ്ടോ ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ് ഇനിയും കുറഞ്ഞു വരും. ഉം, $21 ഉം, ബില്യൺ ആണ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത്. ഉം, 21, അത് 3 മാസത്തേക്കുള്ള പെട്രോൾ, അതായത് ക്രൂഡ് ഓയിൽ വാങ്ങാനും ബാക്കി എസെൻഷ്യൽസ് വാങ്ങാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. പണ്ട് ധനുഷിന് ഉം. ഓർമ്മയുണ്ടാവും, ചന്ദ്രശേഖർ ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ അടുത്ത് ഉം. കാശില്ലാണ്ട് നമ്മൾ സ്വർണം കൊണ്ട് ലണ്ടനിൽ കൊണ്ടുവച്ചു. അടുത്താണ് മോദി സർക്കാർ തിരിച്ചു കൊണ്ടുവന്നത്, അതെ, അതെ. കാശില്ലാത്ത കാരണം. ആ അതിനെക്കാട്ടിലും അത് പിന്നെ ഇന്ത്യ എത്ര വലിയ എക്കോണമിയാണെന്ന് ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഉം, ബംഗ്ലാദേശ് എന്ത് ചെയ്യും? 3 മാസത്തേക്കുള്ള എക്സ്പോർട്ടിനുള്ള കാശ് ബംഗ്ലാദേശിന്റെ കയ്യിലുള്ളൂ. പാകിസ്ഥാന്റെ ഉം, അതേ കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ IMF പറയണത് ഞങ്ങൾ കാശ് തരാം, പക്ഷെ നിങ്ങൾ തിരിച്ചു ഉം, തരില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സൗദി അറേബ്യയുടെ അടുത്തോ UAEയുടെ ഉം. അടുത്തോ ഖത്താറിന്റെ അടുത്തോ പോയിട്ട് ഗ്യാരണ്ടി തരാൻ പറയും. നിങ്ങൾ തന്നില്ലെങ്കിൽ ഷിപ്പ് അവർ ചെയ്ത് തരും. തരുന്ന ഗ്യാരണ്ടി എഴുതി വാങ്ങാൻ പറയും. അപ്പൊ ആലോചിച്ചു നോക്കി ഉം, ഇവരെ കണ്ടീഷൻ. പാകിസ്ഥാൻ നീ അവിടെ പോയി ചോദിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് ഉം, ഗ്യാരണ്ടി തരുമെന്നുള്ളത്. ഈ ബംഗ്ലാദേശിന്റെ വിചാരമായിരുന്നു ഇവര് പറഞ്ഞ ഇന്ത്യയുടെ കൂടെ കളിക്കാന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ ഉം, ഉം, കളിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു, ഇവര് ഈ ഗ്രോത്തും ഇല്ല, ഇവരെ ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ചും ഇല്ല. ഇനി എവിടുന്ന് മീൻ ഉം, വിറ്റ് കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാശൊന്നും ഇല്ല. അപ്പോൾ ഇവരുടെ ഇൻഡസ്ട്രി, ഇപ്പൊ ഇവര് ഇന്ത്യയുടെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാൾഡീവ്സിന് കാണിച്ചു കൊടുത്താണ് നിങ്ങൾ ചെയ്യാന്ന്. ഉം, മാൾഡീവ്സിന് ഇന്നലെ നമ്മൾ $50 മില്യൺ പിന്നെ ഒരു റോൾ ഓവർ ക്രെഡിറ്റ് കൊടുത്തു. അതിനു മുമ്പ് ഉം, ജയശങ്കർ പോയപ്പോൾ ഒരു മാസം മുമ്പ് ഡോക്ടർ ജയശങ്കർ പോയ സമയത്ത് നമ്മൾ വേറെ 50 മില്യൺ കൊടുത്തായിരുന്നു. അപ്പൊ $100 ഉം, മില്യൺ ആണ് ലാസ്റ്റ് ഒരു മാസത്തോട് നമ്മൾ മാൾഡീവ്സിന് ലോൺ ആയിട്ട് കൊടുത്തേക്കുന്നത്. അവർ ഉം, ചൈനയുടെ അടുത്ത് പോയി കാല് പിടിച്ച് നോക്കി. ചൈന പറഞ്ഞ് ഉം, പറ്റില്ല, 8.5% തരാമെന്നാണ്. നമ്മൾ ഉം, 3%, 4%-ാണ് ലോൺ കൊടുത്തേക്കുന്നത്, ലോങ് ടേം ലോണാണ്. ഉം. അപ്പൊ ഇന്ത്യയുടെ കൂടെ നിന്ന് കളിച്ച ധനുഷ്, അതാണ് ഒരു മേജർ ലെസൺ. നമ്മൾ നന്നായിട്ട് ഉം. ഇരിക്കും, നമ്മളെ വന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അത് പഠിക്കണം, ബംഗ്ലാദേശ് ആയാലും ഇതിൽ വേറൊരു പാകിസ്ഥാൻ കാര്യം ആയാലും. എന്ന് പറഞ്ഞാല് ബംഗ്ലാദേശിന്റെ യൂനിസ് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഒന്ന് കാണണം. മോദി ആട്ടിവിട്ടു. മോദി കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി ആട്ടിവിടുന്ന സാഹചര്യം ഉള്ളത്. പക്ഷെ മാൽദീവ്സിനെ ഇപ്പോ മാൽദീവ്സുമായിട്ട് ഇന്ത്യ വലിയ ടൈപ്പാണ് കേട്ടോ. മുഹമ്മദ് മൊയ്സ് വന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ചേട്ടാ അനിയ ബന്ധമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മോദിയെ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഇപ്പോ മാൽദീവ്സും ഇന്ത്യയും ചങ്കാണ്. മാൽദീവ്സിന്റെ
അവിടെയുള്ള ഭരണാധികാരിക്ക് ഇന്ത്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അപ്പൊ നരേന്ദ്രമോദി പറയും വരൂ, വന്ന് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്ത് വേണോ വരൂ. പക്ഷെ യൂനിസ് പോയാൽ മാത്രം നരേന്ദ്രമോദി കണ്ട ഭാവം തന്നെ. അല്ല, ഇതൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധി പുറത്തു പോയി പറയും നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ് കണ്ടു, ചൈനയിൽ അൺഎംപ്ലോയ്മെന്റേ ഇല്ല എന്ന് പറയാം. ചൈന റിലീസ് ചെയ്യുന്ന ഫിഗർ നമുക്കറിയാലോ. അവിടെ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് മാതിരിയാണ്, 6 മാസം വർക്ക് ചെയ്യും, അത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ ചില മാർക്കറ്റിൽ ഞങ്ങൾ പറയാറുണ്ട്, എന്താ ഇവർ ആർമി ഏരിയയിൽ കൊണ്ട് വിൽക്കുക നമ്മുടെ അവിടുത്തെ ചൈനീസ് പ്രോഡക്റ്റ്. സിക്കന്ദരാബാദ് ആർമി എന്താണ് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ആസാമിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അവൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതേ കണ്ടീഷനാണ് ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് സാർ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് രാഹുൽ ഗാന്ധിയുടെ 10 ദിവസത്തെ US ട്രിപ്പില് രാഹുൽ ഗാന്ധി 10 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ, ഇതിൽ 5 മണിക്കൂർ മാത്രമാണ് പബ്ലിക് ഈവന്റ്സിനായിട്ട് രാഹുൽ ഗാന്ധി ചെലവഴിച്ചിരിക്കുന്നത്. ബാക്കി മണിക്കൂറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അമിത് മാളവ്യ ചോദിക്കുന്നത്. പെട്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയില്ല, അതെല്ലാവർക്കും അറിയാം എവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇന്ത്യൻ ഏജൻസീസിന് അറിയാത്ത കാര്യം എന്നല്ല അത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബംഗ്ലാദേശിന്റെ പ്രോബ്ലം എന്താ പറയുക, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് എക്കോണമി പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബംഗ്ലാദേശിന്റെ അത് 0.8% ആയിരുന്നു 2024. അത് നെഗറ്റീവിലേക്ക് വരും, -2.7% ആവും ഏത് 2025 ആവുമ്പോഴേക്ക്. ഇത് IMFന്റെ റിപ്പോർട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ടല്ല. അത് കാരണം ബംഗ്ലാദേശിന് ലെൻഡിങ് കൊടുക്കാനുള്ള പുറത്തേക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാശ് $2,854 മില്യൺ. അത് 2020 തൊട്ട് ഇവർ കൊടുത്ത കാശാണ്, ഇവർ ലെൻഡിങ് വാങ്ങിച്ചാണ്. അത് ഷെയ്ഖ് ഹസീനയുടെ തെറ്റുണ്ട് കേട്ടോ അതിൽ. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് കാശില്ല അവരുടെ അടുത്ത്. ഒരു വിൻഡോ ഡ്രസ്സിംഗ് ആയിരുന്നു വെറുതെ. ഇവര് ഈ പറഞ്ഞ മാതിരി ചൈന പറയും ഞങ്ങളുടെ എക്കോണമി എത്ര വലുതാണ്. അപ്പോൾ ആര് ഓഡിറ്റ് ചെയ്യണു ചൈനയുടെ എക്കോണമി? നമുക്കറിയാലോ. ജി ജിൻപിങ് അല്ലേ പറയുന്ന ഫിഗർ, ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല ഫിഗർ ഒന്നും. ഇതെല്ലാം നോക്കി വരുമ്പോൾ അവസാനം ഈ പറഞ്ഞ മാതിരി നമ്മൾ ഹിൽസ വിട്ട് മാത്രം ബംഗ്ലാദേശിന് കാശുണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവസാനം ഇന്ത്യയുടെ അടുത്ത് വന്ന് ഈ പറഞ്ഞ മാതിരി മുയിസു ചെയ്ത മാതിരി ഒരു നമസ്തേക്ക് അടിച്ച് മോദിയെ വന്ന് പാട്ടൊക്കെ പാടി മോദിയുടെ ജിന്ദാബാദ് വിളിച്ച് കാശ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ശ്രീലങ്ക ഹെൽപ്പ് ചെയ്ത മാതിരി, ശ്രീലങ്ക ഇന്ന് കര കടന്ന് ശ്രീലങ്ക ഇപ്പം നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ബംഗ്ലാദേശിന് ടൂറിസം ഇല്ല, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് മാൾഡീവ്സിന് അതുണ്ട്, ശ്രീലങ്കയ്ക്ക് അതുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ടെററിസ്റ്റ് ഉണ്ട്, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എക്സ്പോർട്ട് ചെയ്യാൻ. അവരെ ഏറ്റവും വലിയ എക്സ്പോർട്ട് അതാണ്. അത് ഞാൻ പറഞ്ഞല്ലേ, പണ്ട് എനിക്കൊന്ന് ശശി തരൂർ വേറെ ആരാണ് പറഞ്ഞത്, ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ജയശങ്കറാ പറഞ്ഞത്, പാകിസ്ഥാന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ടെററിസമാണ്. അത് അപ്പോഴല്ല, അഫ്ഗാനിസ്ഥാൻ ടൈം തൊട്ട് തന്നെ സോവിയറ്റ്സ് അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ തൊട്ട് അവർ തുടങ്ങിയ പരിപാടിയാണ്. അവർക്ക് വേറെ ഇൻഡസ്ട്രി ഒന്നും ഇല്ല അവർക്ക്. അപ്പം അതേമാതിരി ബംഗ്ലാദേശിനെ ഈ പറഞ്ഞ മാതിരി അവർ മര്യാദയ്ക്ക് നിന്ന നല്ല കാര്യം. അവർ ഇന്ത്യ വന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി അവിടെ വേറൊരു അട്ടിമറി ഉണ്ടാവും, വേറൊരു ഉണ്ടാവും. ഈ പറഞ്ഞ പാർട്ടിയും യൂണിസും ചിലപ്പോൾ ഓടി ചാടി ഇന്ത്യയിലേക്ക് വരും. ചിലപ്പോൾ അവസാനം അവിടെ വന്ന് എനിക്ക് തരണേ അവിടെ ശരണാർത്ഥ, ഞാനിവിടെ ഇന്ത്യയിൽ താമസിച്ചോട്ടേന്ന് ചോദിച്ചു വരും ചിലപ്പോൾ. അതാണ്ടാവാൻ പോകുന്നത്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ എനിക്ക് ഇതിൽ വിയോജിപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും ഇന്ത്യയായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സമയം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താണ് ആ ഒരു സംഭവം, ഇങ്ങനെ ക്രിക്കറ്റ് കൂടെ കളിക്കാൻ പറ്റണ്ട എന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ അവന്മാരെ കട്ടയും ബോർഡും മടങ്ങി മൊത്തത്തിൽ കാണാമായിരുന്നു. കാരണം യുവന്മാരുടെ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യ വലിയ പുച്ഛമാണ്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ അവിടെ കട്ടൗട്ടൊക്കെ വെച്ചിട്ട് പകുതി തല മൊട്ടയടിച്ച രീതിയിൽ കട്ടൗട്ടൊക്കെ ബംഗ്ലാദേശിലെടുത്ത് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഒന്ന് കയ്യിൽ വെച്ച് പൊടിച്ചാൽ പറന്നു പോകുന്ന ഒരു രാജ്യമാണെന്ന് ഇപ്പൊ ബംഗ്ലാദേശിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ബംഗ്ലാദേശ് അനുഭവിക്കുകയാണ്, നരകിക്കുകയാണ്. പണ്ട് മുതലേ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും ചെറിയ പ്ലേസിൽ വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ലോകത്തിലെ നരകമാണെന്നാണ്. ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് ലോകത്തിലെ നരകമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബാങ്കും പൂട്ടിപ്പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഉടനെ അതൊക്കെ സംഭവിക്കട്ടെ, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.